ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു കഥയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ കാണിക്കണത് അഞ്ജനേനെയാണ് കേട്ടോ. അഞ്ജന ഭവാൻ എടുത്ത് പറയണ്ട്, അമ്മേ അവന് എന്നോട് ചെറിയൊരു താല്പര്യക്കുറവ്. അവന്റെ താല്പര്യക്കുറവ് ഞാൻ മാറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വാശിയായമേ, ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അവനെ തന്നെ കെട്ടുള്ളൂ. ഗുഡ് മോളെ, അങ്ങനെ തന്നെ വേണം എന്ന് പറയാണ്. പിന്നെ അതുവഴി വേണം നീ ഇവിടുത്തെ സ്വത്തുക്കളുടെയൊക്കെ ഉടമയാവാനായിട്ട്. നിന്റെ അപ്പച്ചിയുടെ സ്വത്തും മാമന്റെ സ്വത്തും എല്ലാം നിന്റെ കൈവെള്ളയിൽ വേണം വരാനായിട്ട്. ഇതേ ഈ മാല അങ്ങോട്ട് ഇട്ടേ. ഇതേ പാരമ്പര്യമായിട്ട് മുത്തശ്ശി കൈമാറി കൊച്ചുമകൾക്ക് പെൺമക്കൾക്ക് കൈമാറി വരുന്ന സ്വത്താണ്. ഇതുപോലത്തെ 2 മാല ഉണ്ടായിരുന്നു, ഒന്ന് നിനക്കും ഒന്ന് അഭിരാമിക്കും എന്ന് പറയുമ്പോഴേക്കും അഞ്ജന ചോദിക്കണ്ടേ, അല്ലമ്മേ ശരിക്കും അഭിരാമി ഇപ്പൊ ജീവനോട് ഉണ്ടാവോ? ആർക്കറിയാം, ജീവനോട് ഇല്ലെങ്കിലും നമുക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവള് ജീവനോടുണ്ടെങ്കിൽ അവളുടെ കഷ്ടകാലം. ദേ ഈ മാല നീ എന്നിട്ട് ഒരുങ്ങി എത്രയും പെട്ടെന്ന് നിലത്തേക്ക് വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഭവാനി അവിടെ നിന്ന് പോവാണ്. അഞ്ജന ആ മാല ഒന്ന് നോക്കുന്നുണ്ട്. കിളവിയുടെ ഒരു ആഗ്രഹം, മാല ആർക്ക് വേണേ മാല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് അഞ്ജന അപ്പുറത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കണ ഭൂമിനെയാണ്. ഭൂമി നല്ല ഒരുങ്ങി സുന്ദരിയായിട്ട് വരുവാണ്. ഭൂമിയുടെ സൗന്ദര്യം കാണുമ്പോഴേക്കും അച്ഛനും അമ്മയും, അതായത് അംബികയും അതുപോലെ അച്ഛനും രണ്ടുപേരും വാ പൊളിച്ച് നോക്കി നിൽക്കാണ്. നല്ല നീല ഹാഫ് സാരിയില് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല കമ്മലും മാലയും വളയൊക്കെ ഒരുപാട് ഇട്ടിട്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും നോക്കടി അംബികെ, എന്റെ മോളുടെ സൗന്ദര്യം ഒന്ന് നോക്കടി, എന്താ ഭംഗി, ശരിയാ എന്തൊരു ഭംഗി എന്ന് അംബികയും പറയണം. ഭൂമി കണ്ട് എന്താ രണ്ടുപേരും കൂടി രാവിലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അച്യുതൻ പറയണ്ട്, ബുദ്ധിയിൽ പോലീസ്, സൗന്ദര്യത്തിൽ ഐശ്വര്യ, അതുപോലെ തന്നെ സ്വഭാവത്തിൽ മദർ തെരേസ. മദർ തെരേസയോ? അച്ഛ, ഞാനും മദർ തെരേസയും തമ്മിൽ രണ്ട് വൈബാണ്. മദർ തെരേസ പറഞ്ഞത് നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ നല്ല ക്യാരക്ടറാണ്. എന്റെ ക്യാരക്ടർ അങ്ങനെയാണോ? ഒരിക്കലും മേച്ചാവില്ല. ഇല്ലില്ല, മേച്ചാവില്ല എന്ന് അച്യുതൻ പറയാണ്. പിന്നെ എന്തിനാണ് അച്ഛ എന്നെ മദർ തെരേസനെ തമ്മിൽ കമ്പയർ ചെയ്യണത് എന്ന് ചോദിക്കുകയാണ്. എല്ലടി മോളെ, നിന്നെ കാണാനെ നല്ല ഭംഗിയുണ്ട്. ഈ വേഷത്തിൽ നിന്നെ കണ്ടാലേ സിനിമാക്കാര് റാഞ്ചിക്കൊണ്ട് പോടി എന്ന് പറയുമ്പോഴേക്കും അംബിക പറയണ്ട, നിങ്ങളാണ് കൊള്ളാലോ, ആദ്യം നാടകത്തിൽ അഭിനയിക്കട്ടെ, നാടകത്തിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചാൽ മതി. ഒന്ന് പോടി നാടകം, എന്റെ മോള് സിനിമയിൽ അഭിനയിച്ചാൽ മതി. അത് കൊള്ളാലോ മനുഷ്യ, നാടകത്തിന് എന്താ കുഴപ്പം? നാടകത്തിന് ഒരു കുഴപ്പമില്ല. അയ്യോ തുടങ്ങി രണ്ടുപേരും വഴക്ക് തുടങ്ങി. രണ്ടുപേരും വഴക്കൊന്നും ഉണ്ടാക്കാണ്ടേ എത്രയും പെട്ടെന്ന് പോവാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചേ എന്ന് പറയണം. അയ്യോ ഞാൻ അടുപ്പിലുള്ള സാധനം കൂടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ അംബിക അടുക്കളയിലേക്ക് പോവാണ്. ആ സമയത്ത് ഭൂമി അച്യുതന്റെ മുഖത്തേക്ക് നോക്കാണ്. അച്യുതൻ ഉണ്ണിയപ്പവും പലഹാരങ്ങളൊക്കെ നന്നായിട്ട് കെട്ടി മുറുക്കി വെക്കുവാട്ടോ. അപ്പോ നമ്മുടെ ഭൂമി പറയണ്ട, അച്ഛ ഞാനേ പോകുവാണ് സാധനങ്ങൾ കൊടുക്കാനായിട്ട്. അച്ഛൻ സന്തോഷത്തോടെ ഇവിടെ തന്നെ നിക്കണം. നിക്ക അച്ഛ, എപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ട് നിക്കണം. നമ്മൾ സന്തോഷമായിട്ട് മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഒരു അസുഖം പോലും നമുക്ക് വരില്ല. വരില്ല അച്ഛ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അച്ഛൻ കേൾക്കുന്നുണ്ടോ? മോളെ, എനിക്ക് മനസ്സിലായി. ഞാൻ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കണം, അത്രയല്ലേ നിനക്കുള്ളൂ. അത്രേ ഉള്ളൂ. ഞാനേ നീ വരുന്ന വരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നിൽക്കും. ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഭൂമി അപ്പുറത്തേക്ക് പോവാണ്. ശേഷം പൊട്ടിക്കരയാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സൗഭാഗ്യപുരാണ്. മുത്തശ്ശി ഓരോരോ സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടി അവിടുത്തെ വേലക്കാരത്ത് പറയാണ്, എടി ആ മുല്ലപ്പൂവൊക്കെ ഉണ്ടല്ലോ പാകത്തിന്, പിന്നെ സാധനങ്ങളൊക്കെ അടുത്തടുത്ത് വെച്ചോ, പൂജാരി വരുമ്പോ ഇതില്ല എന്നൊന്ന് പറഞ്ഞേക്കരുത് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ അജയിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ആൾത്തോ, അയാൾ അവിടേക്ക് വരുവാട്ടോ. നീ എത്തിയോടാ? ഞാൻ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ മുത്തശ്ശി, ഇവിടെ നല്ലൊരു ലക്ഷ്മി പൂജ നടക്കല്ലേ, ഞാനൊരു നസ്രാണിയല്ലേ, ഞാൻ വന്നു കഴിഞ്ഞാ ഭഗവാൻ ഇഷ്ടപ്പെടോ എന്ന് ചോദിക്കുമ്പോ, എടാ ഭഗവാന് ഒരു ഐത്യവും ഇല്ല, എല്ലാരും ഒരുപോലെ ഇഷ്ടമാണ്. എടാ ഞാൻ പള്ളിയിലൊക്കെ പോകാറുണ്ട്, എന്നിട്ട് എന്റെ അടുത്ത് ക്രിസ്തു ദൈവം പറയാറുണ്ടോ? അയ്യോ നീ വരല്ലേന്ന്. ഒരിക്കലും ക്രിസ്തു ദൈവങ്ങളും ഹിന്ദു ദൈവങ്ങളും ഏത് ദൈവമാണെങ്കിലും ഒരിക്കലും അങ്ങനെ പറയില്ലടാ. പക്ഷെ മനുഷ്യര് പറയും. പാവം, അത് ആ ദൈവങ്ങളുടെ തല കെട്ടിവെക്കുകയും ചെയ്യുന്ന നാട്ടുകാരെ, അല്ലാണ്ട് ദൈവങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കാഴ്ചപ്പാട് മനുഷ്യർക്കാണ് കുഴപ്പം. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം മുത്തശ്ശി? എടാ അജയ്ന്റെ കല്യാണക്കാര്യ, അത് നീ സംസാരിച്ചോ? അത് ഞാൻ സംസാരിച്ചില്ല മുത്തശ്ശി. സംസാരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ. പെട്ടെന്ന് ആൾത്തോ പഴയ കാര്യം ആലോചിക്കാണ്. സംസാരിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് തീറ്റിക്ക് ഒരു വകയാക്കോലോ മുത്തശ്ശി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾത്തോ പറയണ്ട, അയ്യോ മുത്തശ്ശി ഞാൻ സംസാരിക്കാതെ ഏകദേശം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ കുറച്ചുകൂടി പറയാം. അങ്ങനെ വേണം, അല്ലെങ്കിൽ അനുഭവം ഓർമ്മയുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം മുത്തശ്ശി. അപ്പോഴേക്കും അജയ് അവിടേക്ക് വരുവാണ്. എടാ ആൾത്തോ, നീ രാവിലെ എത്തിയോ? പിന്നെ എത്താതെ നീ രാവിലെ വരുമെന്ന് എനിക്ക് അറിയാടാ. ഇവിടുത്തെ അവലും
മലരും ഉണ്ണിയപ്പോ ഒക്കെ കഴിക്കാനല്ലേ നീ രാവിലെ വരുന്നത്? അതൊന്നും അല്ലടാ, നിന്റെ മുത്ത് ഇവിടുത്തെ പ്രത്യേക പൂജയല്ലേ, അതുകൊണ്ട് വന്നതാണ്. അത് മാത്രല്ല, ഇന്നെനിക്ക് വേറൊരു വലിയൊരു കേസ് ഉണ്ട്. ആ കേസ് ഒഴിവാക്കിയിട്ടാ ഞാൻ ഈ പൂജക്ക് വന്നത്. വേറെ ഒന്നുമല്ല കേസ്. നമ്മുടെ ലോക്കലുള്ള ഒരു വലിയൊരു പുള്ളിയുണ്ട്. ആ പുള്ളി ഒരു ചെറിയ പെൺകുട്ടിനെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ കേസ് ഞാൻ തന്നെ നിർബന്ധിച്ച് വാങ്ങിച്ചെടുത്തു. എന്തിനാ? അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ. നീ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയാലോടാ. നീ ഉള്ളത് കൊണ്ടേ ശിക്ഷ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ പറയടാ. അപ്പോഴേക്കും സത്യം വരുവാണ്. ദേ വല്യമാമ വന്നാലോ. മോനെ അജയ്, ആൽദോ, നീനെ കണ്ട് കുറെ നാളല്ലടാ. നിന്റെ കേസൊക്കെ അങ്ങനെ പോന്നു? അതൊക്കെ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഞാൻ അറിയുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭവാനി ഇതെല്ലാം മുകളിൽ നിന്ന് നോക്കി കാണുവാട്ടോ. എടോ സത്യ, തന്നെ കൊണ്ട് തന്നെ എന്റെ മോളുടെ കൈ അജയന്റെ കൈ കൊണ്ട് ഞാൻ ചേർക്കോടോ. താൻ തന്നെ രണ്ടുപേരുടെ വിവാഹം നടത്തി കൊടുക്കണത് എനിക്ക് കാണണം. അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പണ്ട് ഭവാനി പുച്ഛത്തോടെ മുകളിൽ നിന്ന് സത്യം നോക്കിക്കൊണ്ടിരിക്കാട്ടോ. പിന്നീട് കാണിക്കണ ഭൂമിനെയാണ്. ഭൂമി അങ്ങനെ സൗഭാഗ്യപുരത്തെത്തി. അവിടെ എത്തിയ ഭൂമി അവിടുത്തെ ബോർഡ് വായിക്കാട്ടോ. സൗഭാഗ്യപുരം. അപ്പൊ സ്ഥലം തെറ്റിയില്ല, കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ വന്നു എന്ന് പറഞ്ഞിട്ട് ഭൂമി വേഗം അവിടുത്തെ ഗേറ്റ് ഇങ്ങനെ തുറക്കാൻ നോക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്. എന്ന് പറഞ്ഞിട്ട് ഭൂമി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സൗഭാഗ്യപുരത്ത് ആ വീടും ആ അന്തരീക്ഷവും ഒക്കെ ഭൂമി അങ്ങോട്ട് കാണുന്നത്. വലത് കാല് വെച്ച് ഭൂമി നടന്നു വരുവാണ്. ഭൂമി മനസ്സിൽ വിചാരിക്കേണ്ടത്, ഈശ്വര, ഞാൻ ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് എപ്പോഴോ വന്ന പോലെ തോന്നുന്നുണ്ട്. ഈ വീടും ഈ സ്ഥലവും ഈ പറമ്പും ഈ റോഡും ഒക്കെ ഞാൻ ഇവിടെ മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്തായാലും ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഭൂമി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടന്നു വരുവാട്ടോ. ആ സമയത്ത് അജയ് ഫോണൊക്കെ വിളിച്ച് പുറത്ത് നിൽക്കുമായിരിക്കും. മുകളിലാണെങ്കിൽ അഞ്ജന ഉണ്ട് കേട്ടോ. അഞ്ജന ഓരോന്നൊക്കെ ഫോണിൽ സംസാരിച്ച് അവിടെ ഇവിടെയൊക്കെ വായെ നോക്കി മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഭൂമി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അയ്യോ, പായസത്തിന്റെ കൂട്ട് എടുത്തില്ലല്ലോ. വേഗം തന്നെ അച്യുതനെ വിളിക്കാണ്. ഹലോ അച്ഛ, പറ മോളെ. അച്ഛ, പായസത്തിന്റെ പൊതിയുണ്ടേ, അതിനെന്നെ എടുക്കാൻ മറന്നു. അച്ഛ, അമ്മയുടെ ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടൊന്ന് വരാൻ പറയോ. അതെന്തിനാ മോളെ അമ്മേനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ വരാം. അച്ഛൻ ഈ സാഹചര്യത്തിൽ വരണ്ട അച്ഛ. അതെന്താ, രാഹുകാലമാണോ? അച്ഛൻ ഞാൻ പറയണ കേക്ക്, അമ്മേനെ വിട്. ഇല്ലില്ല, ഞാൻ തന്നെ വരാം. നീയേ ആ ലൊക്കേഷനും കൂടെ അയക്ക്, ഞാൻ അവിടെ എത്തിക്കോളാം. ഒരു 1/2 മണിക്കൂർ ഞാൻ അവിടെ എത്തിയിരിക്കും. ശരി അച്ഛ, നോക്കി വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാണ് ഭൂമി. ശേഷം നടന്നു വരുന്നുണ്ട്. ഭൂമിക്ക് അവിടെ എത്തുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തോന്നും കേട്ടോ. പെട്ടെന്നാണ് അജയിനെ കാണുന്നത്. ഇത് അയാളല്ലേ, CA? ഇയാളെന്താ ഇവിടെ? ഓഹോ, ഇനി ഇയാളുടെ വീടായിരിക്കും. ഹലോ സാറേ. പാഷാണം, താൻ ഇവിടെ എത്തിയോ? അതെ, ഞാൻ രാവിലെ തന്നെ സാറിന്റെ ന്യൂസ് കണ്ടിരുന്നു പത്രത്തില്. MLA മകന്റെ കൊലപാതകം എന്ന് പറഞ്ഞത് അത് ആത്മഹത്യ ആയിരുന്നു അല്ലേ? അല്ല, സാറ് ഭയങ്കര കഷ്ടപ്പെട്ട് തെളിയിച്ച കേസല്ലേ? ഐസ് ക്യൂബുകൾ നിരത്തി വെച്ച് അയാൾക്ക് കയറി മരിച്ചെന്നും അതുപോലെ തന്നെ അയാൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്നും എന്നൊക്കെ സാർ എത്ര വിദഗ്ധമായിട്ട് തെളിയിച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടപ്പോഴേക്കും എന്തോരം പേരെ സാറിന് അഭിനന്ദിച്ചത്. ഭയങ്കര ബുദ്ധി തന്നെ സാർ ഒറ്റക്കാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. അതിനെ ഞാൻ അഭിനന്ദിക്കണമെന്ന് ചിരിക്കായിരുന്നു. അല്ല, തനിക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ചില ഐഡിയകളൊക്കെ സാറിനോട് പറഞ്ഞു. പക്ഷെ സാറോ അത് കഷ്ടപ്പെട്ടു ആ സ്ഥലത്ത് പോയി കണ്ടുപിടിച്ചു വന്നില്ലേ? അതെ, അങ്ങനെ തന്നെയാ ചെയ്തത്. അതെ, തന്റെ ബുദ്ധി പോലീസ് ബുദ്ധിയാണോ? അല്ലല്ലോ, ഞാനേ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതിനാ കേസ്. ആയിക്കോട്ടെ എന്ന് പറയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ട് നമ്മുടെ അഞ്ജന മുകളിൽ നിൽക്കുന്നുണ്ട്. ഇവളെന്താ അജയിനോട് ഇത്ര സ്വതന്ത്രമായിട്ട് സംസാരിക്കണത്? ഇവൾ ആരാ ഇവള് എന്നൊക്കെ പണ്ട് പുച്ഛത്തോടു കൂടി തന്നെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ അഞ്ജന കേട്ടോ. അങ്ങനെ ഭൂമി അജയിനെ സംസാരിക്കുന്നത് അഞ്ജനക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പൂജാരി നമ്മുടെ മുത്തശ്ശിയുടെ പറയുന്നുണ്ട്, അതെ, പിള്ളേരുടെ ജാതകം നോക്കി രണ്ടും തമ്മിൽ നല്ല ചേർച്ചയാണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോ സത്യൻ അജയിനോട് പറയുന്നുണ്ട്, മോനെ, എന്റെ മകൾ അഭിരാമി ഉണ്ടായിരുന്നെങ്കിൽ നീ അഭിരാമിനെ വിവാഹം കഴിക്കുള്ളായിരുന്നു. കാരണം ചെറുപ്പത്തിൽ അഞ്ജന, അഭിരാമി, ഇതിൽ നിനക്ക് ഏറ്റവും കൂട്ടം അഭിരാമിയായിട്ടായിരുന്നു. അഞ്ജന വേറൊരു സ്റ്റൈലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയൊരു ഭാഗം ഇതിന്റെ ഇടയിലും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് തന്നെയാണ് അജയും ഭൂമി സംസാരിക്കണ കാണിക്കണത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രൊമോയിൽ കാണിക്കണ വേറൊന്നുമല്ല, നമ്മുടെ ഭവാനി ആണെങ്കിൽ ആ ഗുണ്ടനെ വിളിച്ച് പറയുന്നുണ്ട്, അച്യുതന്റെ വീട്ടിലൊക്കെ ഒന്ന് നോക്കണം. അയാളെ ഭാര്യ മകളുടെ കൂടെയാണ് നിൽക്കണമെങ്കിൽ അയാളുടെ മകൾക്ക് എത്ര പ്രായം വരും? അത് അയാളുടെ സ്വന്തം മകൾ തന്നെയാണോ? സ്വന്തം മകളാണെങ്കിലും അല്ലെങ്കിലും അവൾ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്ക് എന്നൊക്കെ ഭവാനി പറയണത് നമ്മൾ അച്യുതൻ അവിടെ പായസമായിട്ട് വരുമ്പോഴേക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. അച്യുതൻ ആകെ പേടിച്ച് വിറച്ച് അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. അപ്പൊ ഓടിപ്പോകുന്ന അച്യുതന്റെ ഭവാനി കാണുന്നുണ്ട്, പുറകെ പോകുന്നുണ്ട്. അച്യുതൻ പേടിച്ച് അവിടത്തെ എന്തോ ഒരു പട്ടിക്കൂടാണോ അതോ സാധനങ്ങള് ഓലയൊക്കെ എടുത്തു വെക്കുന്ന ചെറിയൊരു റൂമാണോന്ന് അറിയില്ല. അവിടേക്ക് പട്ടിക്കൂട് പോലെ ഉണ്ട്. അവിടേക്ക് കയറി ഒളിച്ചു നിൽക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.